മാം പ്രെയർ ചെയ്യട്ടെ? ശരി, ഒന്ന് കേറട്ടെ കേട്ടോ. ഓക്കെ മാം. Good morning, ma'am. മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, ma'am. മോർണിംഗ്. ഓക്കെ, ഈസ്റ്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Ma'am. കുഴപ്പമില്ലായിരുന്നു, ma'am. നന്നായിരുന്നു. ഓക്കെ, നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാണ്? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. morning. ഐ ആം അമൃത. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. തോട്ട് ഓഫ് ടുഡേ. ഞാനാണ് മാം അമൃത അനീഷ്. ഓക്കെ, Today thought, yesterday is not ours to recover, but tomorrow is ours to win or a loss. ഇന്നലകളെ വീണ്ടെടുക്കാനുള്ളതല്ല, നാളെ ജയിക്കാനോ തോൽക്കാനോ നമ്മുടേതാണ്. താങ്ക് യു ഓൾ ഓഫ് യു. ഓക്കെ, വെരി ഗുഡ്. സൈൻ ഇൻ. Signing ഞാനാണ് ma'am. Good morning, ma'am, and my dear friends. I am Gina from Kottayam. I am signing with a motivational story, The Cracked Pot. Once upon a time, in a quiet village, a water bearer carried 2 pots on a pole across his shoulders. One pot was perfect, while the other
had a crack. Each day, by the time he reached the master's house, the cracked pot had leaked half its water. Ashamed, the cracked pot apologized. I am sorry. I have failed to you. The water bearer smiled and said, "Look at the path we walk." The cracked pot noticed beautiful flowers blooming along its side of the path, while the other side was bare. "I knew your flaw," the bearer said, "so I planted seeds on your side, and you have watered them every day. You didn't fail. You have helped bring beauty to the world." The moral of the story: your flaws can still have purpose. Embrace them. You may be making difference without even knowing it. Thank you. I am signing to Adira Mam's class. Everyone, have a wonderful time. Okay, very good. Thank you. Yes, എല്ലാവരും സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു മാം. കുറേ ദിവസമായിരുന്നു ക്ലാസ് വന്നിട്ട്. ഓക്കെ, നമ്മള് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? യൂണിറ്റ് 4 സ്റ്റേജസ് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു അല്ലെ? ആക്റ്റീവ് സ്റ്റേജ് പറഞ്ഞു. 3 സ്റ്റേജ് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ സ്റ്റേജസ് ആണുള്ളത്? ആക്റ്റീവ് സ്റ്റേജും ഐക്കോണിക് സ്റ്റേജും. ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ്. എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞത്? നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? കുട്ടി കുട്ടി വേർഡ്, ഇമേജസ് എന്നിവ വഴിയല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് ആക്ഷനിൽ കൂടെയാണ്. പിന്നെ ടച്ചിങ്, ബൈറ്റിങ്, ഗ്രാസ്പിങ് ഇത്തരത്തിലുള്ള ആംഗ്യങ്ങളിൽ കൂടിയാണ് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മൂവ്മെന്റ് ഓഫ് ആക്ഷൻസ് അല്ലേ? ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേണിംഗ് ഫ്രോ മൂവ്മെന്റ് ഓഫ് ആക്ഷൻസ്. ആക്ഷൻസിലൂടെയാണ് കുഞ്ഞ് പഠിക്കുന്നത്. ഇതാണ് പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്റ്റീവ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഏതായിരുന്നു? ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജ് അത് പറഞ്ഞിരുന്നു നമ്മള്. ഐക്കോണിക് സ്റ്റേജ് ഇല്ല, നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. എന്താണ് മനസ്സിലായത്? ഒന്ന് വായിച്ചിട്ട് അതൊന്ന് പറഞ്ഞു ആരെങ്കിലും ഒരാള്. ഞാൻ പറഞ്ഞാൽ മതി മാം. ആരാണ് പറഞ്ഞോളൂ. Iconic stage. This stage is characterized by the child description of things and events in terms of audiovisual images or mental picture. In this stage, information is gained by imagery and the child is a prisoner of his affective world. അതില് ഈ കാലഘട്ടത്തിൽ കുട്ടിയുടെ വിവരണങ്ങളും സംഭവവും ഒക്കെ ഓഡിയോ വിഷ്വൽ ചിത്രങ്ങളിലൂടെയോ മാനസിക ചിത്രങ്ങളായ വിവരങ്ങളിലൂടെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ചിത്രത്തിലൂടെ ലഭിക്കുന്നത് കുട്ടി അവന്റെ സ്വാധീന ലോകത്തെ തടവുകാരനാവുമെന്നാണ്. എന്നാലും അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് അവന്റേതായ ലോകത്തിലാണുള്ളത് മനസ്സിലാക്കി. ഇമാജസ് എന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ തോന്നുന്ന പിക്ചേഴ്സ് ആണ് കുട്ടി മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഐക്കോണിക് സ്റ്റേജ് നമുക്ക് ചെറുതായിട്ട് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ സാരാംശം ഒന്ന് പറഞ്ഞേ, അറിയാമോ? എങ്ങനെയാണ് representation of knowledge through images? Yes, representation of knowledge through images. Very good. അല്ലെ? ലേണിംഗ് ത്രൂ ഇമാജസ് ഓർ ഐക്കൺസ്. അല്ലെങ്കിൽ ഇമാജസ് അല്ലെങ്കിൽ ഐക്കൺസ് ഒക്കെ കണ്ടിട്ടായിരിക്കുള്ളൂ, പിക്ചർ ഒക്കെ കണ്ടിട്ടാണ് കുഞ്ഞ് ലേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി സിംബോളിക് സ്റ്റേജ് എന്താണ്? സിംബോളിക് സ്റ്റേജ് വായിക്കാമോ? സിംബോളിക് സ്റ്റേജ് ഞാനാണോ മാം? വേറെ ആരെങ്കിലും വായിച്ചാൽ മതി. വേറെ ആരോ വായിക്കും. The symbolic stage. During this stage, symbolic representation in the form of words, symbols, and other imaginary abstract phenomena take place of motor activities and audio-visual images. Here the child used in symbolic activities such as language and mathematics. Okay. സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് കുഞ്ഞ് ലേൺ ചെയ്യുന്നത്? എന്താണ് മനസ്സിലാക്കുന്നത് കുട്ടി അവിടെ? Represent the world through symbols, in language, numbers,
Yes, പിന്നെ very good. abstract concept. Learning through abstract symbols അല്ലേ? ലേണിംഗ് നടക്കുന്നത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സിംബൽസിലൂടെയാണ് കുഞ്ഞ് ലേൺ ചെയ്യുന്നത്. ഇപ്പൊ റീഡ് ചെയ്യാൻ പറ്റുന്നത്, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് ഏതൊരു സ്റ്റേജിലാണ്? സിംബോളിക് സ്റ്റേജിലാണ്. ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത്, മാത്തമാറ്റിക്കൽസിന് നമ്പേഴ്സ് കൗണ്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ? ഇപ്പൊ സിംബോളിക് സ്റ്റേജിലാണ് പിന്നെ അതെല്ലാം ലേൺ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, symbolic representation in the form of words, symbols, and other imaginary abstract phenomena. Okay. Yes. അപ്പോ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ വക്താവ് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സൈക്കോളജിസ്റ്റ് ആരാണ്? ഇത് ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ? Jerome Bruner's. ജെറോം എസ് ബ്രൂണർ ആണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് അല്ലെ? സ്റ്റേജസും പേര് ഓർത്ത് വെക്കുക. പറഞ്ഞിരുന്നോ? വേറൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അദ്ദേഹത്തിന്റെ പേര്? ഇല്ല, അറിയാത്തവരെ എഴുതി വെച്ചോളൂ കേട്ടോ. ജെറോം എസ് ബ്രൂണർ, അദ്ദേഹത്തിന്റെ തിയറിയാണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. മാം ഒന്നുകൂടെ പറയോ? ജെറോം എസ് ബ്രൂണർ, ജെറോം JEROME, ജെറോം എസ് ബ്രൂണർ, BRUNER, ബ്രൂണർ, ജെറോം എസ് ബ്രൂണർ. പേര് നോട്ട് ചെയ്യണോട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. അദ്ദേഹം ഹ്യൂമൻ കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഓക്കെ, അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ മൂന്ന് വ്യക്തമായിട്ട് ഈ സ്റ്റേജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. സ്റ്റേജുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ ഓർഡർ തെറ്റാതെ പഠിക്കരുത്, ഓർഡറിൽ തന്നെ പഠിക്കണം. ഫസ്റ്റ് ഐക്കോണിക് സ്റ്റേജ് കൊണ്ടുപോയി എഴുതരുത്. ഓക്കെ, ചിലപ്പോൾ ഓർഡർ തെറ്റിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു വെക്കണം. ആക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് ആ ഓർഡറിൽ തന്നെ പഠിക്കണം. ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈവ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് കുട്ടിക്ക് കിട്ടുന്നത് അല്ലെ? ആക്റ്റീവ് സ്റ്റേജിൽ ലൈവ് എക്സ്പീരിയൻസിലൂടെയാണ് കുട്ടി ലേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ മൂവ്മെന്റ്സ്, ആക്ഷൻസിലൂടെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ കുഞ്ഞ് പഠിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമാജസ്, ഫ്ലാഷ് കാർഡ്സ്. ചില കുട്ടികള് ഫ്ലാഷ് കാർഡ്സിലെ പിക്ചേഴ്സ് ആണ് ഇപ്പൊ ഒരുപാട് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ മൃഗങ്ങൾ തന്നെ വേണമെന്നല്ല, ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലെ പ്രഗത്ഭരായ വ്യക്തികളുടെ ഫ്ലാഷ് കാർഡ്സ് കാണിച്ചിട്ട് അവരുടെ പേര് പറയുമ്പോൾ ഓരോരുത്തർ തൊട്ട് കാണിക്കുന്നുണ്ടല്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ടോ അതിന്റെ വീഡിയോസ്? ചില കുട്ടികള് മറ്റേ എല്ലാ രാജ്യത്തിന്റെയും ഫ്ലാഗ് ഒക്കെ പേര് പറയും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ, പേഴ്സണാലിറ്റീസ്. അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ്. ചിലൊരു കുട്ടി ഫിഷ് മാത്രമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ട്. ഫ്ലാഷ് കാർഡ്സ് അതിന്റെ അമ്മ ട്രെയിൻ ചെയ്ത് കൊടുത്താണ് കുട്ടിക്ക്. അപ്പൊ കുട്ടി പ്രത്യേകിച്ച് ചില മത്സ്യങ്ങളുടെ പേര് കുറച്ച് വ്യത്യാസമാണ് പറയാനായിട്ട് അല്ല. ഈ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഫിഷസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പേര് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഒരു ഫ്ലോറിൽ വെച്ച് കുട്ടീനോട് പറയുമ്പോ കുഞ്ഞ് കറക്റ്റ് ആയിട്ട് അത് തൊട്ട് കാണിക്കുന്നത്. താഴെ അതിൽ പേര് എഴുതിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് അത് സ്റ്റേജിലാണ് നടക്കുന്നത്. ഐക്കോണിക് സ്റ്റേജിലാണ് കുട്ടിയുടെ അല്ലെ ഫ്ലാഷ് കാർഡ്സുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സമയം. ഇനി സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? symbolic stage represents the word, numbers, language, communication skills. Okay, symbolic representation അല്ലെ? ഓക്കെ, അപ്പൊ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ 3 സ്റ്റേജസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അതെ. യെസ് മാം. മാം അത് ഇനാക്റ്റീവ് സ്റ്റേജ് ഒന്നും കൂടെ ചെറുതായിട്ട് ഷോർട്ട് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എനിക്ക്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്താണ്? പ്രവർത്തന ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഇത്ര ആലോചിച്ചാൽ മതി കുട്ടി എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്, ലേണിംഗ് ചെയ്യുന്നത് എന്തിലൂടെ ആയിരിക്കും എന്നൊക്കെ
ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. എന്തിലൂടെ ആയിരിക്കും പറയാൻ ശ്രമിക്കുന്നത്? വേർഡ്സ്, ഇമേജസ്, പിന്നെ ആണോ? ആക്ഷൻസിലൂടെയാണ് അല്ലെ? ആക്ഷൻസിലൂടെയാണ് ലേൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ് എന്ന് പഠിച്ചാൽ മതിയല്ലോ. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ എവിടെയാണ്? എന്തിലാണ്? ആക്ഷൻസ്. ആക്ഷൻസ് ആണ്. വേർഡ്സ് ഓർ ഇമാജസ് അല്ല കേട്ടോ. നോട്ട് ത്രൂ ദ വേർഡ്സ് ഓർ ഇമാജസ് അല്ല, ത്രൂ ആക്ഷൻസ് ആണ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആക്ഷൻസിലൂടെയാണ് അല്ലെങ്കിൽ ആംഗ്യങ്ങളിലൂടെയാണ് കുട്ടി നോളജ് ലേൺ ചെയ്യുന്നത്. അത്രേ ഉള്ളത്. അവിടെ ഒരു കൺഫ്യൂഷൻസ് വരണ്ട. ഓക്കെ, മനസ്സിലായോ? എക്സാമ്പിൾ തന്നെ നമുക്ക് അവിടെ കൊടുത്തേക്കണ കണ്ടില്ലേ? നോക്കി ഏതാണ് എക്സാമ്പിള്? ഇൻഫാന്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ് എൻവയോൺമെന്റ് ബൈ. കുഞ്ഞ് തന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്തിലൂടെയാണ്? ബൈ ടച്ചിങ്, ബൈറ്റിംഗ് ആൻഡ് ഗ്രാസ്പിംഗ്. അപ്പൊ തന്നെ മനസ്സിലാവാതെ എന്തൊരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്? കുഞ്ഞിന്റെ ആക്ഷൻസ് ആണ് അവിടെ അല്ലെ? അതിലൂടെയാണ് കുഞ്ഞ് ലേൺ ചെയ്യുന്നത്. ആക്റ്റീവ് സ്റ്റേജ്. കുഞ്ഞ് അവിടെ പ്രവർത്തിച്ചാണ് കണ്ടെത്തുന്നത്. അതിന് പ്രവർത്തന ഘട്ടം അഥവാ ആക്റ്റീവ് സ്റ്റേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പിയാഷയുടെ തിയറിയാണ്. ഇത് ജീൻ പിയാഷയുടെ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. അതില് അദ്ദേഹം 4 സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ആ 4 സ്റ്റേജ് പഠിക്കണം എന്നാണ് എന്റെ ശരിക്കുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ് കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും ഫുൾ തിയറി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഒരു തിയറിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല, ഒരു തിയറി പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുമ്പോഴാണ് അതിന് ശരിക്കും നമ്മൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാൻ പോകുന്നത്. സൈക്കോളജി തിയറികൾ ഒരിക്കലും നമ്മളൊരു പകുതിക്ക് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഒന്നില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അത് പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധം കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു തരാണ് കേട്ടോ. വളരെ ഷോർട്ട് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. എഴുതിയെടുക്കാം കേട്ടോ. പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇപ്പൊ ഇവിടെ പിയാഷയുടെ തിയറിയിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി എന്നാണ് അതിന്റെ തിയറിയുടെ പേര്. അത് കൊണ്ടുവന്നത് ആരാണ്? ജീൻ പിയാഷെ എന്ന സൈക്കോളജിസ്റ്റിൽ അദ്ദേഹം ശരിക്കും ബയോളജിസ്റ്റ് ആണ്. പക്ഷെ സൈക്കോളജിയിലാണ് അദ്ദേഹം ഒരുപാട് തിയറീസിൽ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ തിയറിയിൽ 4 സ്റ്റേജസ് നമുക്ക് പറയുന്നുണ്ട്. അതില് 3ാമത്തെ സ്റ്റേജ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ പേരൊന്ന് പറഞ്ഞുതരുമോ? ജീൻ പിയാഷെ. ഇവിടെ പേര് എടുക്കുന്നുണ്ട്. പിയാഷെ എന്ന് മാത്രമേ ഉള്ളൂ. JEAN. പേര് ഇങ്ങനെയാണ് വായിക്കേണ്ടത് കേട്ടോ. ജീൻ പിയാഷെ. PIAGTS. കണ്ടോ? ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് പേര്. ജീൻ പിയാഷെ. ഒരു ഡൗട്ട് കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് അല്ലേ ജെറോം എസ് പ്രൂണറിന്റെ ഘട്ടം 3 ഘട്ടം? അപ്പൊ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് അതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് പിയാസെ വരുന്നല്ലേ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി ജീൻ പിയാഷെയുടെ ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി ജെറോം എസ് പ്രൂണറിന്റെ ആണ് കേട്ടോ. രണ്ടും ഏകദേശം എന്താണ്, ഇന്റലക്ച്വലും കോഗ്നിറ്റീവും ഏകദേശം എന്താണ് കണക്റ്റഡ് ആയിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. രണ്ടും ബ്രെയിൻ റിലേറ്റഡ് തന്നെയാണ്. പക്ഷെ തിയറീസിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവര് ഓരോ സ്റ്റേജസുകൾ കാണിക്കുന്നത്. ഇപ്പൊ ബ്രൂണറിന്റെ തിയറിയിൽ 3 സ്റ്റേജ് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ തിയറിയിൽ എന്താണ് 4 സ്റ്റേജസ് അദ്ദേഹം ഒരു കുട്ടി എങ്ങനെ പഠിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് 4 സ്റ്റേജസ് പറയുന്നത്. അങ്ങനെ സ്റ്റേജുകളിൽ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പേര് കിട്ടിയോ? ജീൻ പിയാഷെ പേര് കിട്ടിയോ? യെസ് മാം, കിട്ടി. അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് അതിന്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, നോട്ട് ചെയ്യാം കേട്ടോ. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, according to Jean Piaget, cognitive development, according to Jean Piaget,
cognitive development arises, A-R-I-S-E-S, arises, പെട്ടെന്ന് എഴുതാൻ ശ്രമിക്കണം കേട്ടോ. arises as a result of as a result of the interaction between as a result of the interaction between as a result of the interaction between the individual and interaction between the individual and the world, individual and the world, W-O-R-L-D, world, the world, individual and the world, and passes, individual and the world, and passes, and A-N-G, and passes, P-A-S-S-E-S, passes, the world and passes through THROUGH, through a series of എന്താ സീരീസിന്റെ സ്പെല്ലിംഗ് ആണ് ERIES, series, SERIES, series of sequential stages, sequential spelling ആണ് പറയുന്നത് SEQUENTIAL, SEQUENTIAL, sequential stages. ശ്രദ്ധിക്കുക, ഒന്നുകൂടി നോട്ട് ചെയ്ത് കറക്റ്റ് ആണെന്ന് നോക്കുക കേട്ടോ. According to Piaget, cognitive development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. കറക്റ്റ് ആണോ എഴുതിയിരിക്കുന്നത്? അപ്പൊ എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ? അതായത് കുട്ടി അവൻ തന്റെ ചുറ്റുപാടുകളിലൂടെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലൂടെ ഇടപഴകുമ്പോഴാണ് അവരിൽ എന്തുണ്ടാകുന്നത്? വൈജ്ഞാനികമായിട്ടുള്ള വികസനം ഉണ്ടാകുന്നത് എന്നതാണ് ആര് പറയുന്നത്? പിയാഷെ തന്റെ തിയറിയിലൂടെ നമുക്ക് ആ 4 സ്റ്റേജസിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതാണ് അതിന്റെ സാരാംശം എന്ന് പറയുന്നത്. എന്താണ് കുട്ടി അത് ആരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ വേൾഡ് അല്ലെ? അതായത് തന്റെ പരിസ്ഥിതിയുമായിട്ട് തന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് കുട്ടിയിൽ വൈജ്ഞാനിക വികാസം ഉണ്ടാകുമെന്നാണ് ആര് പറയുന്നത്? പിയാഷെ തന്റെ തിയറിയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഓക്കെ, 4 പ്രത്യേക സ്റ്റേജസിലൂടെ, ഘട്ടങ്ങളിലൂടെയാണ് കുട്ടി നോളജ് അക്വയർ ചെയ്ത് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ 4 സ്റ്റേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നെക്സ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാം, മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കൂ. മേജർ, MAJOUR, മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. എടുത്തോ? ഇനി തിയറി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയണം, അത് നിങ്ങളുടേതായ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ പറയണത് ഉപകാരപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നിങ്ങൾ തിയറി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. ക്ലാസ് കഴിയുന്നേക്ക് മുന്നായിട്ട് തന്നെ. Okay, ma'am.
യെസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഒന്നൊന്ന് നമ്പർ കൊടുത്തിട്ട് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് എഴുതാം. സെൻസറി മോട്ടോർ സ്റ്റേജ്. മലയാളത്തിൽ നമ്മൾ ഇതിനെ ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയും. അറിയണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഒരു കുട്ടിയുടെ സെൻസറി മോട്ടോർ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? അവിടെ നോട്ട് ചെയ്യുക. 0 to 2 years. 0 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം. 0 to 2 years. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് എഴുതാം. എന്നിട്ട് എന്താ എഴുതണം? 0 to 2 years എന്ന് എഴുതാം. ഓക്കെ, അതാണ് ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഓരോ പേരുകൾ എഴുതിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് പറയാം കേട്ടോ. ടീച്ചർ ഇപ്പൊ ഒത്തിരി എഴുതിച്ചോ ടീച്ചർ? ഒരു പേജ് എഴുതിച്ചോ? എന്താണ് ടീച്ചർ ഇപ്പൊ ഒത്തിരി എഴുതിച്ചോ ടീച്ചർ? ഞാനിപ്പോ കേറിയതല്ല, എനിക്ക് അതിന്റെ പേജ് വിടാനാണ്. ഒരു പേജ് എഴുതിച്ചോ? ഒരു ഡെഫിനേഷൻ മാത്രമേ പറഞ്ഞോളൂ. ആണോ? റെക്കോർഡഡ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടായിരിക്കണം ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് എഴുതേണ്ടത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE ഹൈഫൺ OPRATIONAL ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ടാമത്തെ ഘട്ടമാണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? അപ്പോൾ ഏത് വയസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പഠിച്ചത് ഏത് വയസ്സ് മുതൽ 2 to 7 years ആണ് കേട്ടോ. ഇത് എപ്പോഴാണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഈ തിയറി ഇപ്പൊ തന്നെ പഠിച്ചാൽ പൊത്തോട്ടോ, ഇത് മാറ്റി വെക്കണ്ട. ഇന്ന് തന്നെ പഠിക്കും നിങ്ങളത്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 years ആണ് കേട്ടോ. ഓക്കെ. യെസ്. ദെൻ തേർഡ് സ്റ്റേജ് ആണ് നമുക്ക് ടെക്സ്റ്റിലുള്ളത്. ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. CONCRETE. CONCRETE. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് വേണം ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് എഴുതാൻ കേട്ടോ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? അപ്പോ 7 to 11 years കേട്ടോ. 7 to 11 years. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എഴുതിയോ? Concrete operational stage 7 to 11 years. Then last stage ആണ് fourth stage എന്ന് പറയുന്നത്. ഏതാണ്? Formal operational stage. Formal operational stage. Formal FORMAL. Formal operation stage. Formal operation stage 11 years and above കേട്ടോ. ഏജ് വരുന്നത് എപ്പോഴാണ്? 11 years മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള ഒരു ടൈമാണ് എന്ത്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. 11 years and above എന്ന് എഴുതാം. 11 years and above. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 years and above. ഓക്കെ, 4 സ്റ്റേജുകൾ എഴുതിയോ നിങ്ങള്? 4 സ്റ്റേജസും. നോക്കാം എന്തൊക്കെയാണ് അതൊക്കെ സ്റ്റേജ് എന്ന് നോക്കാം. ഫസ്റ്റ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years വരെയുള്ള കാലഘട്ടത്തില് എന്തൊക്കെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് ഒരു കുട്ടിയിൽ നടക്കുന്നത്? ഓക്കെ, in the first 2 years ആദ്യത്തെ 2 വർഷങ്ങളില് ഇൻഫാൻസ് എങ്ങനെയാണ്? ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ്. ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ്. ഇൻ ദ ഫസ്റ്റ് 2 years ഇൻഫാൻസ് INFANTS ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ്. ഓരോന്നിങ്ങനെ പോയിന്റ് ചെയ്ത് എഴുതി പോയാൽ മതി കേട്ടോ.
ഓരോ സ്റ്റേജിന്റെ താഴെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതി പോയാൽ മതി. ഓക്കെ, ഇൻ ദ ഫസ്റ്റ് 2 years infants mental activities. Then second point, coordination of reflex. Coordination of reflexes during the first 4 months. Coordination, CO-IDA, ordination, ORDINATION, coordination, COORDINATION, coordination of reflexes. Reflexes, 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 coordination of reflexes during the first 4 months. During the first 4 months. During the first 4 months. കോർഡിനേഷൻ COO ആണോ ടീച്ചറെ? COOR ആണോ? CO ഹൈഫൺ ഇട്ടിട്ട് O കേട്ടോ. CO ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഓർഡിനേഷൻ കേട്ടോ. ഓക്കെ ടീച്ചർ. Coordination of reflexes during the first 4 months. Then object permanence. Next point ആയിട്ട് എഴുതാ object permanence. Object permanence. Object, OBJECT, object permanence. PERMANCE, object permanence. എന്താണ് കേൾക്കുന്നില്ല കേട്ടോ പറയുന്നത്. ടീച്ചറെ പെർമനന്റിന്റെ ചോദിച്ചു. പെർമനൻസോ? ഒബ്ജക്റ്റ് പെർമനൻസ് PERMANCE ഉണ്ട് കേട്ടോ. എഴുതിയോ? ഓക്കെ. യെസ്, അപ്പൊ എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 2 years വരെയാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് 2 months അല്ലെ, ഫസ്റ്റ് 2 yearsലാണ് കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നത്? ഈ ഘട്ടത്തിലാണ് കുട്ടിയിലെ മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് അല്ലെ. മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഏത് സ്റ്റേജിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് കുട്ടിയിലെ മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സസ് during the first 4 months. എന്താണ് റിഫ്ലെക്സസ് എന്ന് പറയുന്നത്? കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സസ് എന്ന് പറയുന്നത് എന്തിനാണ്? പ്രതികരിക്കാൻ തുടങ്ങും കുഞ്ഞ്. ആക്ട് ചെയ്യുന്ന അല്ലെ, കുഞ്ഞിന്റെ ആക്ഷൻസ് ഒക്കെ വരുന്നത് റിഫ്ലെക്സ് ചെയ്യുന്ന അല്ലെ. ബോഡി പല രീതിയിൽ റിയാക്ഷൻസ് കാണിക്കുന്നത്. അതൊക്കെ ഏതൊരു ടൈമിലാണ്? 0 to 2 years. കുഞ്ഞുങ്ങൾ കൈകാലുകളൊക്കെ ഇളക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മള്? ഫസ്റ്റ് തുടങ്ങി പിന്നീട് അങ്ങയുടെ മൂവ്മെന്റ്സിൽ വ്യത്യാസങ്ങൾ വരുന്നു. ബോഡി ഫുൾ ആയിട്ട് മൂവ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഓക്കെ, അതൊക്കെ ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. 0 വയസ്സ് മുതൽ 2 years വരെയുള്ള കാലഘട്ടത്തില്. ഓക്കെ, ഇതാണ് കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 4 monthsലാണ്. കുഞ്ഞുങ്ങള് ഒരു 90 ഒക്കെ കഴിയുന്ന സമയത്തല്ലേ കുഞ്ഞുങ്ങളുടെ മൂവ്മെന്റ്സിലൊക്കെ വ്യത്യാസം വരുന്നത്? അതെ മാം. യെസ്, ഓക്കെ. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ്? അതായത് ഒരു ഒബ്ജക്റ്റ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. തിരിച്ചറിയാനായിട്ട്. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സാധനമാണ് ബോള് അല്ലെ. ബോള് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ആ ബോള് ഒരു എക്സാമ്പിൾ പറയുന്ന ടീച്ചർ, ഒരു ബോള് തുണിയുടെ അടിയിൽ മൂടി ഇട്ടാക്കിയാണ്. ഒരു ബോള് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ഷാളോ മറ്റെന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് മൂടി ഇട്ടാക്കിയാണ്. പക്ഷെ കുട്ടി കാണുമ്പോ കുട്ടി തിരിച്ചറിയാൻ എന്ത്? അത് തുണിയുടെ അടിയിൽ എന്താന്നുള്ളത് ബോളാണെന്ന് കുഞ്ഞ് തിരിച്ചറിയുന്നു. ഓക്കെ, കുഞ്ഞിനറിയാം. അതെങ്ങനെ മനസ്സിലാവുന്നു? കുഞ്ഞ അതിന്റെ ഷേപ്സ് കണ്ടിട്ടുണ്ട് അല്ലെ, അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുഞ്ഞത് ബോളാണ്, അതിന്റെ ആകൃതി അനുസരിച്ച് കുഞ്ഞിനത് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു തുണിയുടെ അടിയിൽ ഇരിക്കുന്നത് ബോളാണെന്ന് കുഞ്ഞ് തിരിച്ചറിയുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ അത്. ഓക്കെ, ഇപ്പൊ വസ്തുവിനെ തിരിച്ചറിയാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നു. യെസ്, ഏത് രീതിയിലും അത് മാറ്റി വെച്ചാലും അത് ചിലതൊക്കെ ചിലപ്പോൾ പറ്റില്ല. പക്ഷെ അവർക്ക് സ്ഥിരം ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? കുട്ടി കൃത്യമായിട്ട് രീതിയിൽ അത് കണ്ടെത്തുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ 3 കാര്യങ്ങളാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, കുട്ടിയുടെ മെന്റൽ ആക്ടിവിറ്റീസിൽ വികസിക്കുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ 4 മാസത്തിനിടയിൽ കുട്ടിയിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താണ്? ഒബ്ജക്ട് പെർമനൻസ് സംഭവിക്കുന്നു. ഓക്കെ, ഇതാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ലേണിംഗ് ആക്ടിവിറ്റീസുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ അത്? യെസ് മാം. യെസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, വന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേജ് പറയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ക്ലിയർ ആണ്. യെസ്. സെക്കൻഡ് സ്റ്റേജ് ഏതാണ് നമ്മൾ പഠിച്ചത്? സെക്കൻഡ് സ്റ്റേജിന്റെ പേര് പറയൂ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ടു 7 years, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം കേട്ടോ. പോയിന്റ് ആയിട്ട് എഴുതാം. മെന്റൽ ഇമാജസ്, symbolic activities, mental images and symbolic activities. കണ്ടോ, തിയറീസ് തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ടോ? മറ്റേ തിയറിയും തിയറിയും തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. മെന്റൽ ഇമാജസ് ആൻഡ് സിംബോളിക് ആക്ടിവിറ്റി. മെന്റൽ ഇമാജസും അതുപോലെ തന്നെ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു പഠിക്കുന്നത് ഈ ഒരു സിംബോളിക് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം നടക്കുന്നുണ്ട്. കുട്ടികള് വാക്കുകൾ പറയുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്ന കാലഘട്ടമാണ്. അതിന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. യെസ്, വെരി ഗുഡ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അഥവാ ഭാഷാ വികസനം നടക്കുന്ന കാലഘട്ടമാണ് ഏത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഭാഷാ വികസനം നടക്കുന്ന കാലഘട്ടം ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അനിമിസം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനിമിസം കേട്ടിട്ടുണ്ട് മിസ്സേ. കേട്ടിട്ടുണ്ട്. അഖില കേട്ടിട്ടുണ്ടോ? അല്ലെ അഖില? ആ കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, യെസ്. എന്താണ് അനിമിസം എന്ന് പറയുന്നത്? അനിമിസം നോട്ട് ചെയ്തോളൂ. ANIMISIM. അനിമിസം. ANIMISIM. അനിമിസം. എന്തായിരിക്കും അനിമിസം എന്ന് പറയുന്നത്? ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണെന്ന് കേട്ടോ. ജീവനുള്ള ജീവനില്ലാത്ത വസ്തുക്കളെ കുഞ്ഞുങ്ങൾ എന്തായിട്ട് കാണുന്നു? വസ്തുക്കളായിട്ട് കാണുന്നു അല്ലേ? അപ്പൊ കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടില്ലേ, പാവയോട് സംസാരിക്കുന്നു. കുഞ്ഞിനറിയില്ല അത് ജീവനില്ലാത്ത വസ്തുവാണെന്ന് അറിയില്ല. പക്ഷെ കുഞ്ഞെന്താ വിചാരിച്ചിരിക്കുന്നത്? ജീവനുണ്ട്, തന്നെ പോലെ സംസാരിക്കുകയും തന്നെ പോലെ ഒരു വ്യക്തിയാണ് പാവ എന്നാണ് കുഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് അപ്പൊ അനിമിസം എന്ന് പറയുന്നത്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളതെന്നുള്ള തോന്നലിലൂടെയാണ് കുട്ടികള് അതിനെ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ അനിമിസം എന്ന് പറയുന്നത്. ഈ അനിമിസം എന്നൊക്കെ പറയുന്ന ഈ സ്റ്റേജ് ഏതൊരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്? 2 to 7 years ആ ഒരു സ്റ്റേജിലാണ് കുട്ടികള് അത്തരത്തിലുള്ള ഒരു ലേണിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. ഓക്കെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അനിമിസം എന്ന ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മാം, വേർഡ് റിലേറ്റഡ് ടു ആനിമേഷൻ ആയിട്ട് വരുമോ? റിലേറ്റഡ് ടു ആനിമേഷൻ അല്ലടോ. ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞില്ലേ, നമ്മള് കുട്ടികൾ പാവ എടുത്ത് കളിച്ച് പാവനോട് സംസാരിക്കും, ഭക്ഷണം കൊടുക്കുന്നതിന് പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നു, പിന്നെ മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള് കുട്ടികള് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? വേണ്ട, പാവ വേണ്ട. ഒരു പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിനോട് സംസാരിക്കും, ഗ്ലാസിനോട് സംസാരിക്കും, എന്ത് പുറത്ത് പോയ ഒരു പൂവിനെ കണ്ട പൂവിനോട് സംസാരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് അറിയില്ല അത് ജീവനില്ലാത്ത വസ്തുക്കളാണ്, കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ആ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ അനിമിസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. കാര്യം മനസ്സിലായോ? ഓക്കെ മാം. ഇനി
അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജില് എത്ര കാര്യങ്ങൾ വരുന്നുണ്ട്? മെന്റൽ ഇമാജസ് വരുന്നുണ്ട്, മെന്റൽ ഇമാജസ് ആൻഡ് സിംബോളിക് ആക്ടിവിറ്റീസ്, എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് അനിമിസം. അത്രയും കാര്യങ്ങളാണ് 2 to 7 ഇയേഴ്സിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികൾ നടക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റീസുകൾ. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏതാണ്? തേർഡ് സ്റ്റേജ് Concrete operation. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ? ഏത് ഇയേഴ്സ് മുതൽ ഏത് ഇയേഴ്സ് വരെയാണ്? 7 to 11. 7 to 11 years. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഓക്കെ, ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ കേട്ടോ. ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ് ലോജിക്കൽ തിങ്കിങ് പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്ത് പോയാൽ മതി. ലോജിക്കൽ തിങ്കിങ് എന്താണ്? ലോജിക്കൽ തിങ്കിങ് ആണ് ഈ ഒരു സ്റ്റേജിൽ കുട്ടികളിൽ എമേർജ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. യുക്തിപരമായിട്ട് കുട്ടികളെ ചിന്തിക്കുന്നു, അതാണ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് സ്റ്റേജിലാണ് കുട്ടികളിലെ ലോജിക്കൽ തിങ്കിങ് ഉണ്ടാകുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യാം, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് INDUCTIVE inductive. INDUCTIVE inductive. And deductive and deductive. DEDUCTIVE deductive. Inductive and deductive reasoning. ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു കാര്യത്തെ കുട്ടികൾ എങ്ങനെയായിരിക്കും സമീപിക്കുന്നത്? കുട്ടികൾക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ മാത്രമല്ല, ഒരു കാര്യത്തിന്റെ അർത്ഥം അറിഞ്ഞ് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ കുഞ്ഞുങ്ങള് ആരംഭിക്കുന്ന ഒരു സമയമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് ഒരു കാര്യത്തിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുന്ന പ്രായം. അങ്ങനെ എഴുതി വെച്ചാൽ മതി ഇവിടെ കേട്ടോ. അതിന്റെ മീനിങ്സ് ഉൾക്കൊള്ളാനും അതെന്താണെന്ന് വ്യക്തമാക്കാനും കുട്ടികൾക്ക് യുക്തിപരമായി ചിന്തിക്കുവാനും അവ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. യുക്തിപരമായി ചിന്തിക്കുന്നതിനും അവ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്ന കാലഘട്ടമാണ് എന്ത്? സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ് സ്റ്റേജിന്. ഏത് സ്റ്റേജിലാണ് അത് നടക്കുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഇപ്പൊ എന്തൊക്കെ എഴുതി നമ്മള്? ലോജിക്കൽ തിങ്കിങ് എഴുതി, ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ് റീസണിങ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, തേർഡ് പോയിന്റ് നോട്ട് ചെയ്യാം കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് conservation. Understanding the principle of conservation. കൺസർവേഷൻ എന്ന് വെച്ചാൽ എന്താ? സ്ഥിരത എന്നൊരു മീനിങ് കേട്ടോ. സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത എന്ന് നമ്മൾ പറയും. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷനിൽ നമ്മൾ അതിനെ 3 പോയിന്റ്സ് ആയിട്ട് എഴുതണം കേട്ടോ. അതിനൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് 3 പോയിന്റ്സ് ആക്കി താഴെ എഴുതാം കേട്ടോ. എന്തൊക്കെ പ്രിൻസിപ്പിൾ ആണ് ഒരു കുഞ്ഞ് ഈ ഒരു സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഫസ്റ്റ് നോട്ട് ചെയ്യുക, കൺസർവേഷൻ ഓഫ് നമ്പർ. കൺസർവേഷൻ ഓഫ് നമ്പർ, സംഖ്യാസ്ഥിരത അല്ലെ? കൺസർവേഷൻ ഓഫ് നമ്പർ. Conservation of number. Second one, conservation of volume. Conservation of volume. Conservation of volume. Then conservation of mass. Conservation of mass. Conservation of mass. Conservation of mass. Okay, note ചെയ്തോ മൂന്നും? Yes. Yes, ma'am. Yes.
അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിളില് കുഞ്ഞു 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താണ്? കൺസർവേഷൻ ഓഫ് നമ്പർ, അല്ലെ, നമ്പേഴ്സ് പഠിക്കുന്നു, അല്ലെ, കുഞ്ഞു കൗണ്ട് ചെയ്യാനൊക്കെ പഠിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? കൺസർവേഷൻ ഓഫ് വോളിയം. നിങ്ങൾ ഇയേഴ്സ് നോക്കണം കേട്ടോ. കുട്ടികളുടെ ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണെന്ന് നോക്കിയിട്ട് വേണം അത് പഠിക്കാനായിട്ട്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടി ഏൺ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, ദെൻ കൺസർവേഷൻ ഓഫ് വോളിയം. എന്താണ് വോളിയം? വ്യാപ്ത സ്ഥിരത, അല്ലെ, വോളിയം ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു അതൊരു ഏത് സ്റ്റേജിലാണ് കുഞ്ഞ് പഠിക്കുന്നത്? വോളിയം ഏത് വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്കിലാണ് വോളിയത്തെ കുറിച്ച് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങളാ? 5ാം ക്ലാസ്സിലൊക്കെ ഉണ്ട് മിസ്സേ. ഫിഫ്ത്ത് തുടങ്ങി അത് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ഓക്കെ. ദെൻ കൺസർവേഷൻ ഓഫ് മാസ്, ഏകദേശം ആ സമയം തന്നെയാണ് അല്ലെ? കൺസർവേഷൻ ഓഫ് മാസ്. മാസ് എന്താണ്? മാസ് Objects remain the same, object even remains the same when it appears or the arrangements changes. okay, yes. അപ്പൊ നമ്പേഴ്സ്, വോളിയം ആൻഡ് മാസ്, ഇതാണ് കൺസർവേഷൻ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. കുട്ടികൾ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? അതിന്റെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ചെയ്ത സീരീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ, SERIATION, സീരിയേഷൻ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ്, അല്ലെ? ശ്രേണീകരണത്തിനും തരം തിരിക്കാനുള്ള കഴിവ് ഏത് സ്റ്റേജിലാണ് വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഓക്കെ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ നോട്ട് ചെയ്തോ? ഓക്കെ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ശ്രേണീകരണത്തിനും തരംതിരിക്കാനുള്ള കഴിവ്. പിന്നീട് ഓക്കെ, നോട്ട് ചെയ്തോത്? പെട്ടെന്ന് നോട്ട് കേട്ടോ. ഹലോ, കേൾക്കുന്നില്ല ടീച്ചർ പറയുന്നത്? കേൾക്കുന്നുണ്ട് മിസ്സേ. നെക്സ്റ്റ് പോയിന്റ് എഴുതുക. റിവൈസബിൾ ഓഫ് തോട്ട്. റിവൈസബിലിറ്റി ഓഫ് തോട്ട്. റിവൈസബിലിറ്റി, REVESIBLITY, റിവൈസബിലിറ്റി. പിന്നിലോട്ട് എന്നുള്ളൊരു മീനിങ് അല്ലെ? റിവൈസബിലിറ്റി. റിവൈസബിലിറ്റി ഓഫ് തോട്ട്. റിവൈസബിലിറ്റി ഓഫ് തോട്ട്. റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യാവർത്തന ചിന്ത. പ്രത്യാവർത്തന ചിന്ത എന്ന് പറഞ്ഞ എന്താണ്? റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? എബിലിറ്റി ടു തിങ്ക്. Once more പിന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. Yes, very good. Ability to think backward and forward. Ability to think backward and forward in the time. ഏതൊക്കെ ടൈമില്? പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, അല്ലെ? കുട്ടിക്ക് എന്താണ്? കാലഘട്ടത്തെ മുന്നിലേക്കും പിന്നിലോട്ടും ചിന്തിക്കാനുള്ള ഒരു കഴിവ് രൂപപ്പെടുന്നു. എന്താണ്? എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ദ ടൈം. ഏതൊക്കെ ടൈമിലാണ്? പാസ്റ്റ് ടൈം, പ്രസന്റ് ടൈം ആൻഡ് ഫ്യൂച്ചർ ടൈം. കാലഘട്ടങ്ങളെ മുന്നിലോട്ടും പിന്നിലോട്ടും ചിന്തിക്കാനായിട്ടുള്ള കഴിവുകൾ വർദ്ധിക്കുന്നു. അതാണ് റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ദ ടൈം, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ കോൺക്രീറ്റ് സ്റ്റേജ് നമ്മള് ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജ് കൂടി പറഞ്ഞിട്ട് നമുക്കത് ഒന്നുകൂടി കംപ്ലീറ്റ് ചെയ്ത് പറയാം കേട്ടോ. 4th സ്റ്റേജിലുള്ള പോയിന്റ്സ് കൂടി എഴുതി വെച്ചോളൂ. 4th സ്റ്റേജ് ഏതാണ്? 4th സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷൻ. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 and above, അല്ലെ? 11 years and above. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു? പോയിന്റ് വൈസ് ആയിട്ട് എഴുതി പോവുക. എന്തൊക്കെ നടക്കുന്നു? അബ്സ്ട്രാക്ട് തിങ്കിങ്.
abstract thinking, systematic thought. Systematic thought. Second point ആയിട്ട് എഴുതാം. Systematic thought. Systematic thought. Abstract thinking, systematic thought. Problem solving. Problem solving. Problem solving. Problem solving. Self concept. Self concept. Self concept. സ്വയം ചിന്ത. Self concept. ഓക്കെ, എഴുതിയോ? ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജ് എഴുതിയോ? പോയിന്റ്സ് എഴുതിയോ? Yes, ma'am. യെസ്. എന്താണ് കുട്ടി അബ്സ്ട്രാക്ട് തിങ്കിങ് ചെയ്യുന്നു അല്ലെ? അബ്സ്ട്രാക്ട് തിങ്കിങ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നു. അതായത് ഒരു പ്രശ്നത്തെ സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ അല്ലെ, വളരെയധികം വിദഗ്ധമായിട്ട് സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ അതിനെ നോക്കി കാണാൻ സാധിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു കണ്ടന്റ് കുട്ടിയിൽ രൂപപ്പെടുന്നു. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി കുട്ടിയിൽ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ എന്താണ് സെൽഫ് കോൺസെപ്റ്റ് അല്ലെ, സ്വയമായിട്ട് താൻ എന്താണെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങാനൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളായാലും നമ്മളും ഈ സ്റ്റേജ് കടന്നതാണ്. ഒരു പ്രശ്നത്തെ പല ആംഗിളിലൂടെ നോക്കിക്കാണാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കുട്ടികളിൽ ആരംഭിക്കുന്നത് ഏത് സമയത്താണ്? 11 ഇയേഴ്സിന് മുകളിലേക്ക് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിനെ പല ആംഗിളിലൂടെ നോക്കാനായിട്ടുള്ള ഒരു ചിന്താശേഷിയൊക്കെ കുട്ടികളിൽ രൂപപ്പെട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആണ് അല്ലെ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതൊക്കെ ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, ഒരു കാലഘട്ടത്തിലാണ് കുട്ടി ഒരു പ്രശ്നം പല ആംഗിളിലൂടെ നോക്കിക്കാണുന്നതും അതിനെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതും സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ആ തിയറി നമുക്കൊന്നുകൂടി നോക്കാം. മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4 സ്റ്റേജസ് ആണ്. ഇതൊക്കെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. 4 സ്റ്റേജിന്റെ പേരുകൾ ഒക്കെ അല്ലേ? നോക്കണം കേട്ടോ. ഇനി സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജില് പറയൂ. In the first 2 years, infants' mental activities or coordinations of reflex during first 4 months, object permanence. Object permanence and reflex coordinations. Okay, ഇതാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത് 0 to 2 years വരെ. Then second stage എന്ന് പറയുന്നത് ഏതാണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഏത് സ്റ്റേജ് ആണ്? 7 years. ഇയേഴ്സ് കണക്ട് ചെയ്ത് പോകണം കേട്ടോ. ഫസ്റ്റ് 0 to 2, then 2 to 7, then 7 to 11. അങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇയേഴ്സ് തെറ്റി പോവില്ല കേട്ടോ. ഓക്കെ, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കുഞ്ഞ് സംസാരിക്കുന്നു, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു, സിംബോളിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. പിന്നെ ഈ സ്റ്റേജിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അനീമിസം, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ടെന്ന് വിചാരിക്കുന്നു. Okay, it's very good. Then for third stage ഏതാണ്? Third stage concrete Operational. It is from 7 to 11 years. Okay. Yes. It is a stage of logical thinking stage. Yes. കുട്ടിയിൽ ആദ്യമായി യുക്തിചിന്ത രൂപപ്പെടുന്നു. Okay. Then second one. അർത്ഥം അറിഞ്ഞ് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ഇൻഡക്റ്റീവ് ആണ്, റിഡക്റ്റീവ് റീസണിങ്. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇൻഡക്റ്റീവ് ആണ്, റിഡക്റ്റീവ് റീസണിങ്. പിന്നെ 3 പ്രിൻസിപ്പിൾസിനെ കുഞ്ഞു പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? Conversations of numbers, conversations of volume, conversation of mass. Conversation of number, volume and mass. Next point. സംഖ്യകളെ ശ്രേണീകരിക്കാനും തരംതിരിക്കാനും പഠിക്കുന്നു. Yes. Seriation and പിന്നെ കുട്ടി കാലഘട്ടത്തെ മുന്നിൽ നിർത്തി മുന്നിലേക്കും പിന്നിലേക്കും ചിന്തിക്കാൻ സാധിക്കുന്നു കുട്ടിക്ക്. എന്താണ് നമ്മൾ പറയുന്നത്? റിവൈസബിലിറ്റി ഓഫ് Thought.
അങ്ങനെയാണ് പഠിക്കണോട്ടോ. മലയാളം നിങ്ങൾക്ക് ഓക്കെ. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. പഠിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സ് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. യെസ്. അതുപോലെ തന്നെ കുട്ടി റിയാലിറ്റിയിലേക്ക് കടക്കുന്നു. യെസ്, കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. നിങ്ങൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസ് കംപ്ലീറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റേജ് ഇത് മാത്രമാണ്. ബാക്കി നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തിയറീസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് തിയറി പറഞ്ഞു തന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തിയറി പഠിപ്പിച്ചു തന്നത്. ഇനി മിസ്സേ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്ക് എക്സാമിനെ ഇപ്പൊ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാ, ഇതിലേതാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജിൽ പെടുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് 2 പേർ അത് പഠിച്ചല്ലോ. ജെറോമിസ് പ്രൂണറിന്റെയും പഠിച്ചു, പിയാക്സയുടെയും പഠിച്ചു. അപ്പൊ നമ്മള് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് കോഗ്നിറ്റീവിന്റെ ആണോ നമ്മൾ പിയാക്സയുടെ വരുന്നത്? സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. പേര് ചോദിച്ചിട്ട് തിയറിയുടെ സ്റ്റേജ് ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ സ്റ്റേജസ് തരും. ഇതാരാണ്, ഏത് സൈക്കോളജിസ്റ്റിന്റെ തിയറിയാണെന്ന് ചോദിക്കും. അങ്ങനെ വരുള്ളൂ. നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്? Abstract thinking, systematic thoughts, problem solving, self-concept. Okay, very good. Abstract thinking, systematic thought, problem solving and self concept. അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 years ആണ് above സ്റ്റേജസിലാണ് ഈ ഒരു ലേണിംഗ് ആക്ടിവിറ്റീസ് കുട്ടികൾ നടക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ തിയറി ഓഫ് എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ആരാണ് ഇത് കോയിൻ ചെയ്തിരിക്കുന്നത്? ആരുടെ തിയറിയാണിത്? പിയാക്സയുടെ. ജീൻ പിയാഷെയുടെ തിയറിയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ടീച്ചർ തന്നിരിക്കുന്ന ഒരു ഡെഫിനേഷൻ തന്നിട്ടില്ലേ, എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നൊരു ഡെഫിനേഷൻ ഇപ്പൊ മുകളിൽ കൊടുത്തിട്ടില്ലേ, അതും പഠിക്കണം. ഈ 4 സ്റ്റേജസും പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത് തിയറി ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ് മാം. മാം, ആ ജിം പിയാഷെയുടെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയൂ. JEAN Piaget. PIAGETS. ഒരു ടെക്സ്റ്റ് കിടപ്പുണ്ട്. പിയാഷെ എന്ന് മാത്രമേ ഉള്ളൂ, ജി എന്നുള്ളില്ല. ഓക്കെ മാം. ഓക്കെ, എന്ത് തോന്നുന്നു? തിയറി പഠിച്ചിട്ട് ഉപകാരപ്രദമായോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? പഠിക്കേണ്ടതായിരുന്നോ എന്നാണ് അറിയേണ്ടത്. Yes, ma'am. To understand the stages of the children. യെസ്, നമ്മള് പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കാര്യം പകുതിക്ക് പഠിക്കരുത്, അല്ലെങ്കിൽ ഇതിന്റെ അവസാന ഭാഗം പഠിക്കരുത്, അല്ലെങ്കിൽ കുറച്ച് പഠിക്കരുത്. അത് പഠിക്കുന്നത് പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെ ഒരു ഇതിൽ ചേർന്നതല്ല. നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഇപ്പൊ പഠനം മാത്രമല്ല, എന്ത് കാര്യം ചെയ്യുന്നതാണ് ഇത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിലേക്ക് ചെയ്യരുത്. എന്തും പൂർണ്ണമായിട്ട് കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ കാര്യത്തെ സമീപിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും എല്ലാ സൈക്കോളജിക്കൽ തിയറീസും അറിഞ്ഞിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. കേട്ടോ, നമുക്ക് ഇനി ഒരുപാട് തിയറീസ് വരുന്നുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, അറിയണം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചൈൽഡ് സൈക്കോളജി ശരിക്കും അറിഞ്ഞിരിക്കണം. കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് കുട്ടി എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ എത്ര കുട്ടികളെ വളർത്തിയിരുന്ന പോലെയല്ല, അതിനും അപ്പുറത്ത് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് കുട്ടികളെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും, ഇന്ന രീതിയിൽ, അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ടീച്ചർക്ക് കുഞ്ഞിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് കുട്ടികളെ ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? അവരെ വ്യക്തമായി അറിയാൻ പറ്റുന്ന ഒരു കൃത്യമായ ഒരാളാണ്, അല്ലെ? കൃത്യമായിട്ട് കുട്ടികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കുറെ ടീച്ചേഴ്സ്, ഒരുപാട് പേർക്ക് എന്താണ്, എല്ലാ ടീച്ചേഴ്സും സൈക്കോളജി തിയറീസ് പഠിക്കണം ഞാൻ പറയുന്നില്ല. പക്ഷെ അറിഞ്ഞവർക്ക് അറിയാം എങ്ങനെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അവർ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞ തിയറീസുകൾ വളരെയധികം എന്താണ് റെലവെന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എന്നിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു അവസരം. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഗ്യാപ്പ് വന്നിട്ട് കയറി പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെ? മോണ്ടിസോറിയിലെ
അല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളുണ്ട്, സ്റ്റഡീസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കുറച്ചുകൂടി ഉപകാരപ്രദമാവട്ടെ എനിക്ക് വിചാരിച്ചിട്ടാണ് ടീച്ചർ അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഒരു സൈക്കോളജി ക്ലാസ് വേറെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്കിലും അവൈലബിലിറ്റി കുറവാണ് അല്ലെ, നിങ്ങളിപ്പോ അതിന് വേണ്ടി ചിലപ്പോൾ പോകണമെന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഉപകാരമായിരുന്നു എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നന്നായിരുന്നു മാം. നന്നായിരുന്നു മാം. പോവാതെ പഠിക്കണം, ഇന്ന് തന്നെ ക്ലിയർ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, പഠിക്കുമ്പോ എങ്ങനെ പഠിക്കണം, നിങ്ങൾ ക്ലാസ് എടുക്കുന്ന രീതിയിലൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ തിയറി ഒന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു, കുറച്ച് കുട്ടികളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? 25-ാം തീയതി ഇല്ലായിരുന്നു, 25-ാം തീയതി ആയിരുന്നു അവിടുത്തെ ഗ്രാജുവേഷൻ സെറമണി ഉണ്ടായിരുന്നല്ലോ. ഇല്ലല്ലോ, 25 അല്ലല്ലോ, April 11th, 12th month. 12th ആയിരുന്നു മാം. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരനെ മാത്രമേ കണ്ടുള്ളൂ, മറ്റവരുടെ എക്സാം കഴിഞ്ഞില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്, രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. ആണോ? അത് ഏറ്റവും വലിയ ബാച്ച് ആയിരുന്നു. 2 സെറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 ബാച്ചും ഉണ്ടായിരുന്നു, 7 ബാച്ചും ഉണ്ട്. 7 ബാച്ചിൽ 4 ഡിവിഷൻസിൽ 500ഓളം പിള്ളേർ മേലുണ്ട്. അത്രയും കുട്ടികളുണ്ടായിരുന്നു. 4 ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു ബാച്ച് ആയിരുന്നു 7 ബാച്ച്. അതാണ് അവർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് എടുത്തത്. എംടിക്ക് സെപ്പറേറ്റഡ് ആയിരിക്കുള്ളൂ കേട്ടോ, മോണ്ടിസോറി സെപ്പറേറ്റഡ് ആയിരിക്കുള്ളൂ കോൺവോക്കേഷൻ ചെയ്യുന്നത്. ഇനി വരുന്നുണ്ട്, ഇപ്പൊ മെയില് ഇനി MT 1, 2, 3, 4 വരെ നമുക്ക് ചെയ്യാനുണ്ട്. അടുപ്പിട്ടായിരിക്കുള്ളൂ കോൺവോക്കേഷൻസ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ കേട്ടോ, കാത്തിരിക്കും. വർക്കുകൾ എന്തെങ്കിലും പരീക്ഷകൾ എന്തൊക്കെ കഴിഞ്ഞ് പ്രാക്ടിക്കൽസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം കോൺവോക്കേഷൻ എന്ന ഒരു കടമ്പയിലേക്ക് എത്തിച്ചേരാൻ അല്ലെ. യെസ്, എല്ലാവർക്കും നല്ല രീതിയിൽ എത്താൻ സാധിക്കട്ടെ. സൈൻ ഔട്ട് ആരാണ്? മേഖലക്ക് എന്ത് പറ്റിയൊരു ചൊടിയില്ലല്ലോ? എന്ത് പറ്റിയൊരു വൈകുന്നേരം സുഖമില്ലായി ഉണ്ടാവും? ഇല്ല മാം, കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഞാനിവിടെ ബാംഗ്ലൂരാ മിസ്, എന്റെ വീട്ടിലുള്ള. ഓക്കെ ഓക്കെ, യെസ്, പറഞ്ഞോളൂ. Good morning, Adya ma'am and my dear friends. Yours today class was excellent. We really understood the concept and enjoyed the explanations. Thank you for making it engaging. And big shout out to all my classmates who actively participated, asked thoughtful questions, and made truly class so engaging. Your curiosity and enthusiasm was truly inspiring. Let's keep up the great work. And before we wrap up, let's have some fun and answer a quick questions. Okay, you people have to answer. I'll ask you questions and you have to answer. It is a silly questions. Okay, fruit often eaten for breakfast. Okay, Nobody. Once again, please. Fruits often eaten for breakfast. Banana. Banana, yes, correct. Small birds. Small birds, so. small birds. Small birds. Okay, I'll tell. It's a sparrow. Planets we live on. Yes. Yes. Okay. Device used to tell time. Okay, ma'am, last. Clock alle. Okay. Okay, ma'am. Thank you. And thank you, my dear friends. Have a wonderful day. Okay, thank you, Mehna. Okay, ma'am. Thank you, Have a ma'am. nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.